അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, അവിടെ നിന്നും അഗസ്ത്യകൂടങ്ങളിലേക്കും മതപരമായ ഇടങ്ങളിൽ സ്ത്രീകൾക്കെന്നും മാറ്റി നിർത്തപ്പെടുകയാണോ? ധർമ്മസ്ഥല പോലുള്ള പുണ്യകേന്ദ്രങ്ങളിൽ ലിംഗനീതിയുടെ സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ? ഇതൊരു ചോദ്യമാണ്, കേവലം ഒരു ചോദ്യമല്ല. നൂറ്റാണ്ടുകളായി ഇന്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് മതപരമായ ഇടങ്ങൾ സ്ത്രീകളോട് പുലർത്തിപ്പോരുന്ന സമീപനത്തെക്കുറിച്ചുള്ള ഒരാഴത്തിലുള്ള അന്വേഷണം. അടുക്കളയിൽ ഒതുക്കപ്പെടുകയും പൊതുവിടങ്ങളിൽ ശബ്ദമുയർത്താൻ അനുവദിക്കാതിരിക്കുകയും ചെയ്ത സ്ത്രീക്ക് ആത്മീയമായ ഉന്നമനത്തിന് അവകാശപ്പെട്ട പുണ്യസ്ഥലങ്ങളിൽ പോലും തുല്യമായ ഇടം ലഭിക്കുന്നുണ്ടോ? ഈ ചോദ്യം ധർമ്മസ്ഥലയെക്കുറിച്ചുള്ള ചർച്ചകളിൽ പ്രസക്തമാകുന്നത് ഇന്ത്യയുടെ മതപരവും സാമൂഹികവുമായ ഘടനയെക്കുറിച്ചുള്ള പൊതുവായ ഒരു ചിത്രം വരച്ചു കാട്ടുന്നു. ധർമ്മസ്ഥല സംഭവം എന്നത് ഒരൊറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. ഇത് സ്ത്രീ ശരീരത്തെ ഒരു യുദ്ധക്കളമായി കാണുന്നതും ലൈംഗിക അതിക്രമങ്ങളെ അധികാര സ്ഥാപനങ്ങളുടെ ഭാഗമായി കാണുന്നതുമായ ഒരു വലിയ വ്യവസ്ഥിതിയുടെ പ്രതിഫലനമാണ്. ധർമ്മസ്ഥല കേവലം ഒരു ക്ഷേത്രമെന്നതിലുപരി ആത്മീയതയുടെയും സാമൂഹിക സേവനങ്ങളുടെയും ഒരു മഹത്തായ കേന്ദ്രമാണ്. എന്നാൽ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉള്ളറകളിൽ സ്ത്രീകളുടെ സ്ഥാനം എവിടെയാണ്? അവിടെ ലിംഗനീതിയുടെ വെളിച്ചം വേണ്ടത്ര എത്തിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെയും ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നമ്മെ എത്തിക്കുന്നത്. ഈ പുണ്യഭൂമിയിൽ കാലങ്ങളായി തുടരുന്ന പുരുഷാധിപത്യപരമായ രീതികൾ സ്ത്രീകളുടെ ആത്മീയവും സാമൂഹികവുമായ ഇടങ്ങളെ എങ്ങനെയാണ് നിർവചിക്കുന്നതെന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ ഹൃദയഭാഗത്ത് പോലും സ്ത്രീകൾക്ക് ഒരു രണ്ടാം തരം പൗരന്റെ സ്ഥാനം കൽപ്പിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കുമെതിരെ നടന്നുവെന്ന് പറയപ്പെടുന്ന കൂട്ടക്കൊലകളുടെയും ലൈംഗിക അതിക്രമങ്ങളുടെയും വെളിപ്പെടുത്തലുകൾ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചതാണ്. 1998 മുതൽ 2014 വരെ നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും രഹസ്യമായി മറവു ചെയ്യുകയും ചെയ്തു എന്ന ഒരു മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും ലിംഗപരമായ നീതിയെക്കുറിച്ചുമുള്ള ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഈ സംഭവങ്ങളെ മറ്റൊരു കണ്ണിലൂടെ നിരീക്ഷിക്കുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ ക്രൂരത മാത്രമല്ല, സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീ വിരുദ്ധതയുടെ വേരുകളും നമുക്ക് കണ്ടെത്താനാകും. ഈ കേസിലെ വെളിപ്പെടുത്തലുകൾ സ്ത്രീ ശരീരത്തിന്മേലുള്ള ആധിപത്യത്തിന്റെയും കടന്നുകയറ്റത്തിന്റെയും ഭയാനകമായ ചിത്രം വരച്ചു കാട്ടുന്നു. ലൈംഗിക അതിക്രമങ്ങളും കൊലപാതകങ്ങളും കേവലം വ്യക്തിഗത കുറ്റകൃത്യങ്ങളല്ല, മറിച്ച് സ്ത്രീകളെ ഒരു ഉടമസ്ഥാവകാശവും ഇല്ലാത്ത വസ്തുക്കളായി കാണുന്ന മനോഭാവത്തിന്റെ പ്രതിഫലനമാണ്. ഇത്തരം സംഭവങ്ങൾ സ്ത്രീകളുടെ സ്വയം നിർണായക അവകാശത്തെയും ശാരീരിക സ്വയംഭരണത്തെയും അടിച്ചമർത്തുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും സ്ത്രീകൾക്ക് സാമൂഹിക ഇടങ്ങളിൽ പോലും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു. അദൃശ്യവൽക്കരിക്കപ്പെട്ട ഇരകൾ വർഷങ്ങളോളം ഈ ക്രൂരകൃത്യങ്ങൾ രഹസ്യമായി നടന്നിട്ടും എന്തുകൊണ്ടാണ് ഇരകൾക്ക് നീതി ലഭിക്കാതെ പോയതെന്ന ചോദ്യം നിർണായകമാണ്. ഇത് നീതിന്യായ വ്യവസ്ഥയുടെ പോരായ്മകളെയും ലിംഗപരമായ മുൻവിധികളെയും തുറന്നുകാട്ടുന്നു. പലപ്പോഴും ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളെ സംശയത്തോടെ നോക്കുകയും അവരുടെ വാക്കുകൾക്ക് മതിയായ പ്രാധാന്യം നൽകാതിരിക്കുകയും ചെയ്യുന്ന പ്രവണത സമൂഹത്തിലുണ്ട്. ഈ സാഹചര്യത്തിൽ വർഷങ്ങളോളം മറച്ചുവെക്കപ്പെട്ട ഈ ക്രൂരതകൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായേക്കാവുന്ന അനാസ്ഥയുടെയും നിസ്സംഗതയുടെയും സൂചന നൽകുന്നു. ഇത് കേവലം നിയമപരമായ നടപടി മാത്രമല്ല, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും നീതി നിഷേധിക്കപ്പെടാതിരിക്കാൻ സഹായിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗം കൂടിയാണ്.